ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റെല്ലാ പഠന രീതികൾക്കും അപ്പുറമുള്ള നമ്മളിൽ ഭൂരിഭാഗം പേരും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഏറ്റവും വലിയ ഭയത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഞാൻ ഈ എക്സാമിൽ ഫെയിൽ ആയി പോകുമോ എന്ന ഭയം. മണിക്കൂറുകളോളം പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ വന്ന് ചോദിക്കുന്ന പോലെ തോന്നും, ഇത്രയൊക്കെ പഠിച്ചിട്ടും തോറ്റു പോയാൽ എന്ത് ചെയ്യും? വീട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? കൂട്ടുകാർ കളിയാക്കില്ലേ? ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചിന്ത എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതിനെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, എന്തായാലും യൂസ്ഫുൾ ആവും. നമ്പർ 1, സെപ്പറേറ്റ് സെൽഫ് വർത്ത് ഫ്രം മാർക്സ്. നമ്മുടെ പേടിയുടെ 90% വരുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തെറ്റായ സമവാക്യത്തിൽ നിന്നാണ്. നല്ല മാർക്ക് ഇസ് ഈക്വൽ ടു ഞാൻ മിടുക്കനാണ്, തോറ്റാലോ ഞാൻ എന്തിനും കൊള്ളാത്തവനാണ് എന്ന്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലിയർലി. എക്സാം എന്നത് നിങ്ങളുടെ അറിവിനെയും ആ ദിവസത്തെ പ്രകടനത്തിനെയും അളക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയോ മൂല്യത്തെയോ അളക്കുന്ന ഒന്നല്ല. ഒരു കളിക്കാരൻ ഒരു മാച്ചിൽ ഔട്ടായാൽ അവൻ കഴിവില്ലാത്തവനാവുന്നില്ല, ആ ദിവസത്തെ പ്രകടനം മാത്രം മോശമായെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എക്സാം. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പരാജയമല്ല. ഈ ഒരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ പകുതി ഭാരം ഇറക്കി വെക്കാനായിട്ട് കഴിയും. റീഫ്രെയിം യുവർ ഇന്റേണൽ മോണോലോഗ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്, അല്ലെ? നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ഫെയിൽ ആവും, എന്റെ ബ്രെയിനിനൊന്നും അറിയില്ല, ഇങ്ങനെ നെഗറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കാൻ തുടങ്ങും. സോ ഇതിന് പകരം നിങ്ങൾ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ഉപയോഗിക്കുക. അതായത്, ഞാൻ ഫെയിൽ ആവുമെന്ന് തോന്നുമ്പോൾ ഞാൻ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും പാസ് ആവാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുക. എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കാം, പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി എഴുതും എന്ന് കൊണ്ടുവരിക നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ മാറ്റുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും താനെ മാറും. നമ്പർ 3, ദ സ്പോട്ട് ലൈറ്റ് ഇഫക്ട്. തോൽക്കുമോ എന്ന പേടിയേക്കാൾ പലർക്കും പേടി മറ്റുള്ളവരെന്തു പറയുന്നതാണ്. നാളെ റിസൾട്ട് മോശമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നാട്ടുകാരോ ബന്ധുക്കളോ എന്ത് വിചാരിക്കും എന്ന ചിന്ത. സൈക്കോളജിയിൽ നമുക്കിതിനെ സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്ന് വിളിക്കാം. അതായത്, ലോകത്തിലെ എല്ലാവരും നമ്മളെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നു. സത്യം എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള 1000 പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ റിസൾട്ട് കണ്ട ആളുകൾ സംസാരിച്ചാൽ തന്നെ അത് വെറും 2 ദിവസത്തെ സബ്ജക്ട് മാത്രമായിരിക്കും. അതിനുശേഷം എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് പോകും. മറ്റുള്ളവരുടെ താൽക്കാലിക അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വർത്തമാന കാലത്തെ സമാധാനം നിങ്ങൾ ഒരിക്കലും കളയരുത്. നമ്പർ 4, ഫോക്കസ് ഓൺ ഇൻപുട്ട് നോട്ട് ദ ഔട്ട്പുട്ട്. ഫെയിലിയറിനെ കുറിച്ചുള്ള ഭയം എപ്പോഴും വരുന്നത് ഈ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ്. റിസൾട്ട് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒന്നല്ല, എന്നാൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒന്നാണ് ഈ ഇൻപുട്ട് അഥവാ പരിശ്രമം. അതുകൊണ്ട് ചിന്തകളെ മാറ്റിമറിക്കുക. എനിക്ക് റിസൾട്ട് എന്താവും എന്ന് ആലോചിക്കുന്നതിന് പകരം അടുത്ത 1 മണിക്കൂർ ഞാൻ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കും എന്നത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം സത്യസന്ധമായിട്ട് പരിശ്രമിച്ചു എന്ന് മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്താൽ അതിന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ട് നല്ലതായിരിക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതിരിക്കുക. നമ്പർ 5, ക്രിയേറ്റ് എ വിൻസ് ജേർണൽ ആൻഡ് മൈക്രോ ഗോൾസ്. നമ്മുടെ മനസ്സിന് ഭയം വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നേടിയ എല്ലാ വിജയങ്ങളും മനസ്സ് മറന്നുപോകും. മുമ്പ് നമ്മൾ കടന്നുപോയിട്ടുള്ള കഠിനമായ സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കില്ല. ഇത് മറികടക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. തെറ്റേതാണ് മൈക്രോ ഗോൾസ്. വലിയൊരു ചാപ്റ്റർ കണ്ട് പേടിക്കുന്നതിന് പകരം അതിനെ ചെറിയ ഭാഗങ്ങളാക്കുക. ഞാൻ അടുത്ത 20 മിനിറ്റിൽ ഈ ഒരു ചെറിയ ടോപ്പിക് മാത്രം പഠിക്കും. അത് പഠിച്ചു കഴിയുമ്പോൾ ബ്രെയിനിന് ഒരു സക്സസ് അനുഭവപ്പെടും. രണ്ടാമത്തേത്, റിമെമ്പർ പാസ്റ്റ് വിൻ. മുമ്പ് നിങ്ങൾ പരീക്ഷകളിൽ ജയിച്ച അല്ലെങ്കിൽ കടുപ്പമേറിയിട്ടുള്ള സാഹചര്യങ്ങൾ അതിജീവിച്ച നിമിഷങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അന്ന് എനിക്ക് പറ്റിയെങ്കിൽ ഇന്നും എനിക്ക് പറ്റും എന്ന പ്രൂഫ് ബ്രെയിനിന് നൽകുക. സോ ഗൈസ്, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ലോകത്തിലെ ഓരോ എക്സാമും നിങ്ങളുടെ ഫ്യൂച്ചർ പൂർണ്ണമായിട്ടും തീരുമാനിക്കുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന പല വിജയികളും കലാകാരന്മാരും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെ പരീക്ഷകളിൽ തോറ്റവരോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരോ ആണ്. പരീക്ഷയിൽ തോറ്റാൽ ജീവിതം തോറ്റെന്ന് ഒരു അർത്ഥമില്ല. തോൽവിയെക്കുറിച്ചുള്ള പേടിയെ മാറ്റിവെച്ച് ഞാൻ എന്റെ പരമാവധി എഫേർട്ട് ഇടും എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഏത് പരീക്ഷയും നിങ്ങൾക്ക് നേരിടാനായിട്ട് കഴിയും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.